ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 3 സീറ്റ് വിജയിച്ചിട്ടും അതിൽ ആഹ്ലാദിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. നിയമസഭാ കക്ഷി നേതാവ് ആരാകുമെന്ന ചോദ്യത്തിൽ ആരംഭിച്ച തർക്കം തുടരുന്ന മാരത്തൺ തട്ടിപ്പാരോപണങ്ങളിൽ എത്തി നിൽക്കുകയാണ്. പൂഞ്ഞാറിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പി.സി. ജോർജ് മുമ്പ് എരുമേലിയിൽ ഒരു പാർട്ടി പരിപാടിയിൽ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ ഒരിക്കൽ കൂടി പ്രതിസന്ധിയിലാവുകയാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തിരഞ്ഞെടുപ്പ് ഫണ്ടായി നൽകിയ 4,45,00,000 നിന്ന് നേതാക്കൾ കൈയിട്ടുവാരിയെന്നായിരുന്നു പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ. ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണങ്ങൾക്കായി ചെലവാക്കാൻ സാധിക്കുന്ന തുക 40 ലക്ഷമാണെന്നിരിക്കെ 4.5 കോടി രൂപ ചെലവാക്കിയെന്ന പി.സിയുടെ തുറന്നുപറച്ചിൽ പ്രതിരോധം സാധ്യമാകാത്ത തരം സെൽഫ് ഗോളായിരുന്നു. 100 രൂപയ്ക്ക് പോലും കണക്കുണ്ടെന്നും രാഷ്ട്രീയത്തിൽ ഒറ്റത്തന്തയേ ഉള്ളൂ എന്നുമൊക്കെ പറഞ്ഞ് മലക്കം മറിയാൻ പി.സി ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. പതിവ് പോലെ നാക്കിന്റെ മൂർച്ച പി.സിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ രാജ്യത്തെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു ആ രൂപയുടെ തൊട്ടിൽ നിന്ന് മാത്രമല്ല മുഴുവൻ നമ്മുടെ സജി കുരിക്കാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യത്തിന്റെ ഇടപാടില്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ശരി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് കണക്ക് ഇങ്ങോട്ട് 4,45,00,000 രൂപ ചെലവായതായിട്ട് കണക്ക് കൊടുത്തു. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചു അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു മാത്രം. ഞാൻ മിണ്ടുന്നില്ല, ഇപ്പോഴും മിണ്ടാൻ തരാറില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും അതിനുശേഷവുമായി ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട 1/2 ഡസനിലധികം സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന വോട്ടിന് നോട്ട് ആരോപണമാണ് ആദ്യത്തേത്. മരുന്ന് വാങ്ങാൻ 5,000 രൂപ നൽകുകയാണെങ്കിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശി സ്വദേശിയായ വയോധികയ്ക്ക് പണം നൽകിയെന്നതായിരുന്നു വോട്ടിന് നോട്ട് വിവാദം. വോട്ടിന് നോട്ട് മാത്രമല്ല, പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന് സാരിയും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് പിരായിരിയിലെ വീടുകളിൽ ബി.ജെ.പി. പ്രവർത്തകർ സാരി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് നോട്ടും സാരിയുമാണെങ്കിൽ തൃശ്ശൂരിൽ വോട്ടിന് കിറ്റായിരുന്നു. വാടാനപ്പള്ളിയിലെ ഹോൾസെയിൽ വിതരണ കേന്ദ്രത്തിൽ കിറ്റുകൾ ഓർഡർ ചെയ്യാനായി ബി.ജെ.പി. മുൻ നേതാവും നടനുമായ ദേവൻ വന്നതും പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് കയർത്തതും നമ്മൾ കണ്ടതാണ്. തിരഞ്ഞെടുപ്പിനിടെയാണ് കൊടിതോരണങ്ങൾ വാങ്ങാൻ ഒരു സ്വകാര്യ ഏജൻസിയുമായി 3.5 കോടി രൂപയുടെ കരാറുണ്ടാക്കിയതിൽ വിവാദമുണ്ടായത്. കേന്ദ്ര നേതൃത്വം കൊടിയും ചിഹ്നങ്ങളും സൗജന്യമായി നൽകിയിട്ടും സ്വകാര്യ ഏജൻസിയുമായി കരാറുണ്ടാക്കുകയായിരുന്നു. കൊടിയും തോരണങ്ങളും വാങ്ങിയ വകയിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും 54 ലക്ഷം രൂപ കമ്മീഷൻ അടിച്ചെന്ന വിവരവും പിന്നീട് പുറത്തു വന്നു. വ്യാജ ബില്ലുകളും GST നമ്പറുകളും വെച്ചാണ് അടുത്ത തട്ടിപ്പ്. വട്ടിയൂർക്കാവിൽ കൊടി വാങ്ങിയെന്ന് കാണിച്ച് ബി.ജെ.പി. പ്രാദേശിക നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയുടെ GST നമ്പർ ഉപയോഗിച്ച് 3,24,000 രൂപ തട്ടിയെടുത്തതായുള്ള വിവരവും പുറത്തു വന്നു. ഹെലികോപ്റ്ററും കാറും വാടകയ്ക്കെടുത്തതിലാണ് മറ്റു ചിലർ തട്ടിപ്പ് സാധ്യത കണ്ടത്. നേതാക്കൾക്ക് സഞ്ചരിക്കാനായി എടുത്ത 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂറുകൾ പറക്കാനായിരുന്നു കരാർ. എന്നാൽ 42 മണിക്കൂർ മാത്രമാണ് ആ ഹെലികോപ്റ്ററുകൾ പറന്നത്. സംസ്ഥാനത്താകെ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി. വാടകയ്ക്കെടുത്തതായി പറയപ്പെടുന്നത് 200ഓളം കാറുകളാണ്. എന്നാൽ 100 കാറുകൾ പോലും ഓടിയിരുന്നില്ലെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഹെലികോപ്റ്ററും കാറും ഉപയോഗിക്കാതെ ട്രിപ്പ് ഷീറ്റ് തിരുത്തി 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായുള്ള വിവരവും പുറത്തു വന്നു. ഇതുകൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടത്തിയതിലും തട്ടിപ്പ് ആരോപണമുയർന്നു. ആകെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ 12 കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് ബി.ജെ.പി. കേന്ദ്ര ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന നേതൃത്വം ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ഒരു തിരിമറിയും നടന്നിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ എത്ര അന്വേഷണം നടത്തിയാലും അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തലുകളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ബാക്കിയാകുന്നത് ഒരു ചോദ്യം മാത്രം. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി കോടിക്കണക്കിന് പണം ചെലവഴിച്ചെന്ന് ഒരു സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിട്ടും ഒരു അന്വേഷണം പോലും കേന്ദ്ര ഏജൻസികളോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ നടത്താത്തത് എന്താണ്? ഫൗൾ കാണിച്ച ടീമിൽ റഫറിയും ഉൾപ്പെട്ടാൽ എന്ത് സംഭവിക്കും? റഫറിയുടെ ടീം ഫൗളുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.